നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ ആകെ ഉലച്ച കരിമണൽ കമ്പനി സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ലക്ഷ്യമിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ അന്വേഷണ വലക്കണ്ണികളൊക്കെ കൂടുതൽ കർശനമാക്കുകയാണ്. ആദ്യ സമൻസ് ലഭിച്ചതിനെ തുടർന്ന് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകേണ്ടിയിരുന്ന നിശ്ചിത ദിവസം തൊട്ടു മുൻപ് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീണ പിന്മാറിയെങ്കിലും അതിലൊട്ടും പ്രകോപിതരാകാതെയും സമയം ഒട്ടും കളയാതെയുമാണ് അന്വേഷണ ഏജൻസി തങ്ങളുടെ രണ്ടാമത്തെ ഔദ്യോഗിക നോട്ടീസ് തൊട്ടടുത്ത മണിക്കൂറുകളിൽ പുറപ്പെടുവിച്ചത്. സാധാരണ നിലയിൽ ഇത്തരം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഒരു വ്യക്തിക്ക് കൃത്യമായ കാരണങ്ങളാൽ ഹാജരാകാൻ സാധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഒരു തീയതി നിശ്ചയിക്കുന്നതിനായി ആഭ്യന്തര ചർച്ചകളും മേലുദ്യോഗസ്ഥരുടെ അനുമതിയും ഉൾപ്പെടെയുള്ള വിവിധ ഭരണപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കുറഞ്ഞത് 3 ആഴ്ച മുതൽ 1 മാസം വരെയുള്ള ദീർഘമായ സമയമെടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഈ കേസിൻ്റെ അസാധാരണമായിട്ടുള്ള ഗൗരവവും അതീവ രാഷ്ട്രീയ പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് ED ഉദ്യോഗസ്ഥർ ഒരൊറ്റ ദിവസം പോലും വെറുതെ കളയാനായിട്ട് തയ്യാറല്ലെന്ന കൃത്യമായിട്ടുള്ള സൂചനയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. വീണ ഹാജരാകേണ്ടിയിരുന്ന അതേ ദിവസം തന്നെ പുതിയ സമൻസ് തയ്യാറാക്കി വരുന്ന ബുധനാഴ്ച ചോദ്യം ചെയ്യാനായിട്ട് നേരിട്ടെത്താൻ കർശനമായിട്ട് ഉത്തരവിട്ടതിലൂടെ തങ്ങൾ ഈ വിഷയത്തെ എത്രത്തോളം അടിയന്തര പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് ED പരസ്യമായി ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. കേസിലെ പ്രധാന പ്രതിയായ വീണ വിജയൻ കഴിഞ്ഞ ദിവസം ED അധികൃതർക്ക് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ തനിക്ക് ഗുരുതരമായിട്ടുള്ള വൈറൽ പനി ബാധിച്ചിരിക്കുകയാണെന്നും അതിനാൽ നിലവിലെ സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്നതിനും ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നതിനുമൊക്കെ തന്നെ കടുത്ത ശാരീരിക സൗകര്യങ്ങൾ ഉണ്ടെന്നും വ്യക്തമാക്കുകയായിരുന്നു. തങ്ങളുടെ മുൻപിൽ ഹാജരാകാൻ സാധിക്കില്ലെന്ന് ഒരു വ്യക്തി വ്യക്തമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി ഔദ്യോഗികമായിട്ട് അറിയിച്ചാൽ രാജ്യത്തെ ഏത് അന്വേഷണ ഏജൻസികളായാലും എന്തിനധികം ബഹുമാനപ്പെട്ട കോടതികൾ പോലും മാനുഷിക പരിഗണന മുൻനിർത്തി അത് താൽക്കാലികമായിട്ട് അംഗീകരിക്കുക എന്ന പൊതുവായിട്ടുള്ള നിയമമര്യാദ സാധാരണയായിട്ട് പാലിക്കാറുള്ളതാണ്. എന്നാൽ ഇവിടെ ഈ സാഹചര്യത്തിൽ വീണയുടെ അപേക്ഷയിൽ വ്യക്തമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളോ മറ്റ് അനുബന്ധ ചികിത്സാ രേഖകളോ ഒന്നും തന്നെ സമർപ്പിച്ചിരുന്നില്ല എങ്കിൽ കൂടിയും ED ആ അപേക്ഷ തള്ളിക്കളയാൻ മുതിരാതെ അത് താൽക്കാലികമായിട്ട് ക്ഷമിക്കുകയാണ് ഉണ്ടായത്. എങ്കിലും ഒരു സാധാരണ വൈറൽ പനി പരമാവധി ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായും ഭേദമാകുമെന്ന കൃത്യമായിട്ടുള്ള മെഡിക്കൽ യുക്തിയും വസ്തുതയും ഒക്കെ തന്നെ മുൻനിർത്തിയാണ് ഇവിടെ ED ഉദ്യോഗസ്ഥർ ബുദ്ധിപൂർവ്വം പുതിയ തീയതി നിശ്ചയിച്ചത്. 5 ദിവസത്തെ പരിമിതമായ സാവകാശം മാത്രം അനുവദിച്ചുകൊണ്ട് വരുന്ന ബുധനാഴ്ച തന്നെ കൊച്ചിയിലെ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടതിലൂടെ പ്രതിഭാഗത്തിന് സമയം നീട്ടിവാങ്ങി കേസ് അട്ടിമറിക്കാനുള്ള യാതൊരുവിധ സാവകാശവും നൽകില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് ED അധികൃതർ. യഥാർത്ഥത്തിൽ EDയുടെ ചോദ്യം ചെയ്യലിൽ നിന്നും സാവകാശം നേടിയെടുക്കുന്നതിനായിട്ട് വീണ വിജയൻ മനഃപൂർവ്വം ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പ്രതിരോധ കവചമായിട്ട് ഉപയോഗിക്കുകയാണെന്ന തരത്തിലുള്ള ശക്തമായ ആരോപണങ്ങളാണ് ഇപ്പോൾ നിയമരാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ഉയർന്നു വരുന്നത്. അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകുന്നത് എങ്ങനെയെങ്കിലും പരമാവധി നീട്ടിവെക്കുക എന്ന കൃത്യമായിട്ടുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ പെട്ടെന്നുള്ള രോഗാവസ്ഥയെന്നും ഇതിന് പിന്നിൽ വലിയൊരു നിയമപരമായിട്ടുള്ള അജണ്ട ഒളിഞ്ഞിരിപ്പുണ്ടെന്നും രാഷ്ട്രീയ എതിരാളികളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഗുരുതരമായ ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയാണ് തനിക്കുള്ളതെന്ന് കൃത്യമായിട്ട് തെളിയിക്കുന്ന ആധികാരികമായിട്ടുള്ള മെഡിക്കൽ രേഖകൾ അവധി അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിരുന്നെങ്കിൽ EDക്ക് ഒരുപക്ഷെ കൂടുതൽ ദിവസങ്ങൾ ഇളവ് നൽകേണ്ടി വരുമായിരുന്നു. എന്നാൽ കേവലം വൈറൽ പനി എന്ന് മാത്രം രേഖപ്പെടുത്തിയ അപേക്ഷ നൽകിയതിന് പിന്നിൽ വരും ദിവസങ്ങളിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന നിർണായകമായിട്ടുള്ള ചില നിയമപരമായിട്ടുള്ള ഇടപെടലുകൾക്കും ഉത്തരവുകൾക്കും വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു താൽക്കാലിക സമയം കണ്ടെത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിനു വേണ്ടിയുള്ളത്. ബുധനാഴ്ചയ്ക്ക് മുൻപായി സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ എന്തെങ്കിലും വിധി സമ്പാദിക്കാൻ കഴിഞ്ഞാൽ EDക്ക് മുന്നിൽ ഹാജരാകാതെ രക്ഷപ്പെടാം എന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ വീണയും അവരുടെ നിയമോപദേശകരും ഒക്കെ തന്നെ നീങ്ങുന്നത്. ഈ കേസിലെ മറ്റ് പ്രധാന പങ്കാളികളായിട്ടുള്ള CMRL എന്ന കരിമണൽ കമ്പനി നിലവിൽ തങ്ങൾക്ക് മേലുള്ള ED അന്വേഷണ നടപടികളൊക്കെ പൂർണ്ണമായിട്ടും സ്റ്റേ ചെയ്യണമെന്നും തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കനത്ത തിരിച്ചടിയാണ് അവിടെ നിന്ന് നേരിടേണ്ടി വന്നത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും തുറന്നു നൽകിയ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ചും കമ്പനിയുടെ വാദങ്ങളെല്ലാം പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയും EDയുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകാനായിട്ട് അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ യാതൊരുവിധ ഉത്തരവും ലഭിക്കാതെ വന്നതോടെ CMRL മാനേജ്മെൻറ്റ് ഇപ്പോൾ തങ്ങളുടെ അവസാനത്തെ ആശ്രയമെന്ന നിലയിൽ ഡൽഹിയിൽ സുപ്രീം കോടതിയെ സമീപിച്ച് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള അടിയന്തര നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. CMRLൻ്റെ ഉയർന്ന നിയമോപദേശകരും അതോടൊപ്പം തന്നെ പ്രമുഖ അഭിഭാഷകരും നിലവിൽ ഡൽഹിയിൽ തമ്പടിച്ച് വരും ദിവസങ്ങളിൽ തന്നെ ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരാനും അതിലൂടെ ED അന്വേഷണത്തിന് താൽക്കാലിക സ്റ്റേ വാങ്ങിയെടുക്കാനും അതിശക്തമായിട്ടുള്ള സ്വാധീനങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ചെലുത്തി വരികയാണ്. സുപ്രീം കോടതി ഈ അപ്പീൽ ഹർജി സ്വീകരിച്ച്
അന്വേഷണം തടയുകയാണെങ്കിൽ അതിൻ്റെ ആനുകൂല്യം പരോക്ഷമായിട്ട് വീണ വിജയനും ലഭിക്കുമെന്ന വലിയൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബവും കമ്പനിയും ഒക്കെ തന്നെ ഇപ്പോൾ ഒത്തൊരുമിച്ച് നീങ്ങുന്നത്. എന്നിരുന്നാലും സുപ്രീം കോടതിയുടെ നിലവിലുള്ള കർശനമായിട്ടുള്ള പ്രവർത്തന രീതികളും മുൻകാല നടപടിക്രമങ്ങളും ഒക്കെ തന്നെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുമ്പോൾ അടുത്ത ബുധനാഴ്ചയ്ക്ക് മുൻപ് തന്നെ ഈ കേസിൽ CMRL അനുകൂലമായ ഒരു അടിയന്തര സ്റ്റേ ഉത്തരവ് ലഭിക്കാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് നിയമവിദഗ്ധരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. സാധാരണഗതിയിൽ സുപ്രീം കോടതി രജിസ്ട്രിയിൽ ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിച്ചാൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതികപരമായിട്ടുള്ള പിഴവുകളോ ന്യൂനതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തള്ളിക്കളയുകയാണ് പതിവ് രീതി. ഇനി അഥവാ കോടതിയാകട്ടെ ഈ പെറ്റീഷൻ തത്വത്തിൽ അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ അതിന്മേൽ ഇരു വിഭാഗത്തിൻ്റെ വാദങ്ങൾ കേൾക്കുന്നതിനുള്ള ആദ്യ ഹിയറിംഗ് തീയതി ലഭ്യമാകാൻ കുറഞ്ഞത് 1-2 ആഴ്ചകൾ വരെയെങ്കിലും സമയമെടുക്കും. രാജ്യത്തെ പരമോന്നത കോടതി അത്ര പെട്ടെന്ന് ഒരു സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണ കേസിൽ സ്റ്റേ അനുവദിക്കാറില്ല എന്നതിനാൽ തന്നെ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്നുള്ള നിയമ പോരാട്ടം അത്ര എളുപ്പത്തിൽ വിജയിക്കില്ലെന്ന് ഇവിടെ വളരെ വ്യക്തമാണ്. ഈ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഉത്തരവ് വരും മുൻപ് തന്നെ വീണ വിജയനെ നേരിട്ട് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ED ബുധനാഴ്ച തന്നെ ഹാജരാകാനായിട്ട് നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും വരുന്ന ബുധനാഴ്ച കൊച്ചിയിലെ ED ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാനായിട്ട് എത്തുമ്പോൾ വീണ വിജയന് വെറും കൈയോടെ വരാനായിട്ട് സാധിക്കില്ലെന്നും കഴിഞ്ഞ 10 വർഷത്തെ തങ്ങളുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളുടെയും കൃത്യമായ രേഖകൾ ഹാജരാക്കണമെന്നും ED സമൻസിൽ കർശനമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീണയുടെ നിലവിലുള്ളതും മുൻപുള്ളതുമായിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും, സമീപകാലത്ത് ക്ലോസ് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ, വിവിധ കമ്പനികളിലുള്ള നിക്ഷേപങ്ങൾ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എന്നിവയുടെയൊക്കെ തന്നെ രേഖകൾ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പുറമെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ വീണയുടെ പേരിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടുള്ള സ്ഥലം, അതോടൊപ്പം തന്നെ കെട്ടിടങ്ങൾ തുടങ്ങിയ സ്ഥാവര ജംഗമ ആസ്തികളുടെയൊക്കെ തന്നെ യഥാർത്ഥ ആധാരങ്ങളും വിവരങ്ങളുമൊക്കെ തന്നെ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷത്തെ കൃത്യമായ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലുകളുമൊക്കെ തന്നെ EDക്ക് മുൻപിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇത്രയും വിപുലമായിട്ടുള്ള സാമ്പത്തിക രേഖകളുമായി ED ഓഫീസിൽ ഹാജരാകുക എന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അതീവ സങ്കീർണമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഹാജരാകാതിരുന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് വീട്ടുപടിക്കൽ എത്തിപ്പോലും അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള കടുത്ത നിയമ നടപടികളിലേക്ക് കടക്കാൻ പൂർണ്ണമായിട്ടുള്ള അധികാരമുള്ള ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ രാജ്യം വിട്ടു പോവുക പോലെയുള്ള അതീവ അപകടകരമായിട്ടുള്ള ബദൽ മാർഗങ്ങൾക്കൊന്നും ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള നടപടികൾ നിലനിൽക്കുന്നതിനാൽ തന്നെ വീണ മുതിരാനായിട്ട് സാധ്യതയില്ല. ഈ സാഹചര്യത്തിൽ കേസിൻ്റെ മുഖ്യ സൂത്രധാരനെന്ന് താൻ ആരോപിക്കുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നിരന്തരം പോരാടുന്ന BJP നേതാവും പരാതിക്കാരനുമായ ഷോൺ ജോർജ് കടുത്ത ആത്മവിശ്വാസത്തിലാണ്. EDയുടെ ഈ മിന്നൽ വേഗത്തിലുള്ള നീക്കങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ സാധാരണ നിലയിൽ പ്രതികൾക്ക് ലഭിക്കാറുള്ള ദീർഘമായിട്ടുള്ള സമയ ഇളവുകൾ ഈ കേസിൽ ED നൽകാത്തത് ഇതിൻ്റെ രാഷ്ട്രീയ ഗൗരവം കൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. SFIO നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ വീണ വിജയനെതിരെ അതീവ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടെന്നും കമ്പനി നിയമത്തിലെ സെക്ഷൻ 447 അനുസരിച്ചുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നതായിട്ട് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് ചൂണ്ടിക്കാണിച്ചു. ഈ പശ്ചാത്തലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം വീണയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് ഈ കേസിൻ്റെ അന്തിമ വിജയത്തിന് അത്യന്താപേക്ഷിതമാണെന്നും ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനോടകം തന്നെ മരവിപ്പിച്ചിട്ടുള്ളതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ അവരുടെ അറസ്റ്റിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങാൻ 100% സാധ്യതയുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കള്ളനാണയത്തെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ ഈ കേസിനെ സാധിക്കുമെന്നും മുൻകാലങ്ങളിലെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, അതോടൊപ്പം ലാവ്ലിൻ തുടങ്ങിയ വിവിധ ഇടപാടുകളുടെ പണം പോലും അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി വീണയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് തനിക്ക് വ്യക്തിപരമായിട്ട് ബോധ്യമുണ്ടെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. UAE ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും EDക്കും താൻ ഔദ്യോഗികമായിട്ട് പരാതി നൽകിയിട്ടുണ്ടെന്നും ഇന്ത്യയും UAEയും തമ്മിലുള്ള മികച്ച നയതന്ത്ര ബന്ധം കാരണം ഈ രേഖകൾ വളരെ വേഗത്തിൽ ലഭ്യമാകുമെന്നുമാണ് കരുതുന്നതെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയുണ്ടായി. ഏതായാലും ബുധനാഴ്ച രാവിലെ ED ഓഫീസ് തുറക്കുന്ന സമയം മുതൽ തന്നെ മാധ്യമപ്പടകൾ വീണ വിജയൻ്റെ വരവും കാത്ത് കൊച്ചിയിൽ തമ്പടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ബുധനാഴ്ച ED വീണയെ പൂട്ടുമോ, അതോ വീണ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ, അതോ അവർ നിയമത്തിൻ്റെ വഴിയിലൂടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുമോ എന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്.